ക്യാമ്പിലേക്ക് മാത്രം മതി. ഇവിടെ ബാക്കിയുള്ള ജീവനുകൾ വേറെ ഉണ്ട്. അല്ല, ഈ ക്യാമ്പിലേക്ക് മാത്രം കൊടുക്കാനൊക്കെ ഗവൺമെന്റ് ഓർഡറുള്ള എല്ലാവരും വീട്ടിലെത്തിക്കണ്ട. വീടുകൾക്കേ ഉള്ളത്. എന്തെങ്കിലും ചെയ്യണോ? എന്തെങ്കിലും ചെയ്യണോ? എം എൽ എ നേരത്തെ എന്താ പറഞ്ഞു? നീ പോടാന്നല്ലേ പറഞ്ഞു? ആ പറഞ്ഞോ നീ പോടാന്നല്ലേ പറഞ്ഞത്? എം എൽ എ പറഞ്ഞോ? അല്ല, ഇവിടെ ഒരുപാട് ആൾക്കാരിപ്പുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. എം എൽ എ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. മൊബൈലിലും എടുക്കണമെന്നാവണല്ല കേട്ടാ. ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അതന്നെ, നീ പോടാ. ഇതേപോലത്തെ എറിയുമ്പറണ്ട് പോയാ മതി കേട്ടാ. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഴയ ദൃശ്യമാണിത്. അത് മറ്റൊന്നുമല്ല, 2018 പ്രളയകാലത്ത് ചിത്രീകരിച്ച ആ രംഗങ്ങൾ ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ്. CPMന്റെ കോന്നിയിൽ നിന്നുള്ള ജനപ്രതിനിധിയും MLAയുമായ KU ജനീഷ് കുമാറാണ് ഈ ദൃശ്യം ഫേസ്ബുക്കിൽ ആദ്യം പങ്കുവച്ചത്. ഇതിലൂടെ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ VD സതീശൻ ഒരു ധാർഷ്ട്യക്കാരനും അഹങ്കാരിയുമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ വീഡിയോ ഒന്ന് ശ്രദ്ധയോടെയും തുറന്ന മനസ്സോടെയും കാണുന്ന ഏതൊരു സാധാരണക്കാരനും ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാകും. ദുരന്തമുഖത്ത് നിന്ന് രാപ്പകലില്ലാതെ ജനങ്ങൾക്കു വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധിയെ കേവലം രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിൽ മാത്രം മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ചിലരുടെ കുടിലബുദ്ധിയും കാടൻ നയവുമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. 2018 ഭീകരമായ പ്രളയകാലത്ത് അന്നത്തെ പറവൂർ MLA ആയിരുന്ന VD സതീശൻ നേരിട്ട് രംഗത്തിറങ്ങിയതാണ്. അന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട സംവിധാനങ്ങളിൽ നിന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ വീഴ്ചകളാണ് ഉണ്ടായത്. സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഇടപെടാതെ നിസ്സഹായരായി നിന്ന ആ ഘട്ടത്തിലാണ് സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി അവശ്യ വസ്തുക്കളുമായി അദ്ദേഹം ഒരു ലോറിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പുറപ്പെട്ടത്. ആ യാത്രക്കിടയിലാണ് നിർഭാഗ്യകരമായ ആ സംഭവം അരങ്ങേറുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം വഴിയിൽ തടഞ്ഞു നിർത്തി മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് ഒരു CPM പ്രവർത്തകൻ തികച്ചും നീതിരഹിതവും അനൗചിത്യവുമായ ഒരു ആവശ്യമാണ് ഉന്നയിച്ചത്. ക്യാമ്പുകളിൽ കഴിയുന്ന പാവങ്ങൾക്ക് മാത്രം സാധനങ്ങൾ എത്തിച്ചാൽ പോരെന്നും വീടുകളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്കും സാധനങ്ങൾ നേരിട്ട് കൊണ്ടുപോയി നൽകണമെന്നുമാണ് ഇയാൾ വാശി പിടിച്ചത്. ഇവിടെ നമ്മൾ ഒരു കാര്യം വളരെ ഗൗരവമായി ഓർക്കേണ്ടതുണ്ട്. അന്ന് 2018 കേരളം ഭരിച്ചിരുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 1ാം CPM സർക്കാരാണ്. ആ സർക്കാരിന്റെ അലംഭാവവും കഴിവുകേടും മൂലം ലക്ഷക്കണക്കിന് ജനങ്ങൾ സർവ്വതും നഷ്ടപ്പെട്ട് തെരുവിൽ ദുരിതമനുഭവിക്കുന്ന സാഹചര്യമായിരുന്നു അത്. അന്ന് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമിറക്കി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഭക്ഷണവും സാധനങ്ങളും എത്തിക്കാൻ പോയ ഒരു MLAയുടെ വാഹനം തടഞ്ഞു നിർത്തിയാണ് ഇത്തരത്തിലുള്ള നെറികെട്ട ചോദ്യങ്ങളും വാദങ്ങളും ഉന്നയിച്ചത്. അത്തരം സന്ദർഭങ്ങളിൽ തികച്ചും മര്യാദയോടെയും പതുക്കെയും മാത്രം സംസാരിക്കാനുള്ള വലിയൊരു രാഷ്ട്രീയ സഹിഷ്ണുതയൊന്നും അന്നോ ഇന്നോ VD സതീശൻ എന്ന നേതാവിനില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിനി നിന്റെയൊക്കെ വീട്ടിൽ സാധനം എത്തിച്ചു തരണമോ എന്ന് അദ്ദേഹം വന്ന് ചോദിച്ചു പോയത്. അതൊരു വ്യാജവേഷധാരിയുടെ കള്ളത്തരമല്ല, മറിച്ച് തികച്ചും സ്വാഭാവികമായ പച്ചയായ ഒരു മനുഷ്യന്റെ രോഷത്തിൽ നിന്ന് ഉയർന്നു വന്ന പ്രതികരണം മാത്രമായിരുന്നു അത്. എന്നാൽ ഇന്ന് നഴ്സറി കുട്ടികളെക്കാൾ കഷ്ടമായ രീതിയിലും പക്വതയില്ലാതെയുമാണ് കോന്നി MLA ആയ KU ജനീഷ് കുമാർ VD സതീശനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. 2018 VD സതീശന്റെ ആ പഴയ വീഡിയോ ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് സൈബർ ടീമിന് കോൺഗ്രസ് നേതാവിനെതിരെ അക്രമം അഴിച്ചുവിടാൻ വലിയൊരു പ്രചോദനം നൽകിയ പ്രധാന വ്യക്തിയും ഈ ജനീഷ് കുമാർ തന്നെയാണ്. പക്ഷേ ജനീഷ് കുമാർ ഒരു കാര്യം ഓർക്കണം, 2018 കേരളം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നില്ല. അന്ന് നിങ്ങളുടെ സ്വന്തം ഇരട്ടച്ചങ്കൻ പിണറായി വിജയനാണ് കേരളത്തിന്റെ ഭരണം കൈയാളിയിരുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ VD സതീശനെതിരെ അപവാദ പ്രചരണത്തിനായി പോസ്റ്റ് ചെയ്ത ഈ പഴയ വീഡിയോ ഇപ്പോൾ ജനീഷ് കുമാറിനെ തന്നെ തിരിഞ്ഞുകുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ തിരിച്ചടിയുടെയും കുത്തലിന്റെയും വേദന താങ്ങാനാവാതെ വന്നതോടുകൂടി
ഇപ്പോൾ വീണ്ടും നഴ്സറി കുട്ടികളെ പോലെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ജനീഷ് കുമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പങ്കെടുത്ത പ്രധാനപ്പെട്ട അവലോകന യോഗം തന്നെ അറിയിച്ചില്ലെന്നാണ് കോന്നി MLAയുടെ പുതിയ പരാതി. കോന്നിയിൽ മുഖ്യമന്ത്രി വന്നില്ല എന്നും മഴക്കെടുതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് തന്നെ മനഃപൂർവ്വം വിളിച്ചില്ലെന്നുമാണ് ജനീഷ് കുമാർ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പാലിക്കേണ്ട മിനിമം മര്യാദകളും അന്തസ്സും പോലും കാറ്റിൽ പറത്തി തികച്ചും തരം താണ രാഷ്ട്രീയ കളികളാണ് ഈ പ്രളയമുഖത്തും ജനീഷ് കുമാർ കളിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു പ്രകൃതിക്ഷോഭമോ വലിയ ദുരന്തമോ ഉണ്ടായാൽ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ നിന്ന് ഷോ കാണിക്കുന്നത് DYFIയുടെയും SFIയുടെയും കുട്ടി നേതാക്കളും കൊടി പിടിക്കുന്ന പ്രവർത്തകരുമായിരുന്നു. അവർ മാത്രം മുൻകൈയെടുത്ത് രംഗത്തിറങ്ങുമ്പോൾ അവിടെയെല്ലാം പൂർണ്ണമായി നോക്കുകുത്തികളായി മാറുന്നത് യഥാർത്ഥത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ചുമതലപ്പെട്ടതും ജനങ്ങളുടെ നികുതിപ്പണം ശമ്പളമായി വാങ്ങുന്നതുമായ സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാർ സംവിധാനങ്ങളുമാണ്. എന്നാൽ ഉത്തരവാദപ്പെട്ട ഇത്തരം ഉദ്യോഗസ്ഥരെയും സംവിധാനങ്ങളെയും ബോധപൂർവം മാറ്റി നിർത്തിക്കൊണ്ട് ദുരന്തമുഖത്ത് സ്വയം നന്മമരങ്ങളായി ചമഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ ഷോ കാണിക്കുന്ന DYFI SFI കൂട്ടങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ചില കറുത്ത ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതായത് വലിയൊരു ദുരന്തത്തിന്റെ ഇരകളെ മുൻനിർത്തി നാടുനീളെ വൻതോതിൽ പാട്ടപ്പിരിവ് നടത്തുക, ഓരോ മുക്കിലും മൂലയിലും പ്രത്യേക കളക്ഷൻ സെന്ററുകൾ തുടങ്ങി സാധന സാമഗ്രികൾ സമാഹരിക്കുക, പ്രദേശത്തെ സാധാരണ കുടുംബങ്ങളിൽ നിന്നും പാവപ്പെട്ട വ്യാപാരികളിൽ നിന്നും ബലമായി പണം പിരിച്ചെടുക്കുക. എന്നിട്ട് ആ പിരിച്ചെടുക്കുന്ന പണത്തിന്റെ സിംഹഭാഗവും സ്വന്തം കീശകളിലേക്ക് മാറ്റി ധനാഢ്യരായി മാറുക. പിണറായി വിജയന്റെ ഭരണകാലത്ത് ഇത്തരം ദുരന്തങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും തങ്ങളുടെ കീശ വീർപ്പിക്കാനുള്ള സുവർണാവസരങ്ങളായിട്ടാണ് DYFI SFI നേതാക്കളും കുട്ടി സഖാക്കളും നോക്കിക്കണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള യാതൊരുവിധ രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കും അവസരം കൊടുക്കാതെ തികച്ചും സത്യസന്ധമായും സുതാര്യമായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് UDF സർക്കാർ കർശനമായ തീരുമാനമെടുത്തത്. അതിനായി കേരളത്തിലെ ഓരോ ജില്ലയ്ക്കും ഓരോ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക ചുമതലകൾ നൽകി. അതോടൊപ്പം തന്നെ ആ ദുരന്തബാധിത പ്രദേശങ്ങളിലെ MLAമാരെയും ഒപ്പം കൂട്ടിക്കൊണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായി ഏകോപിപ്പിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇത്തരത്തിൽ മന്ത്രിമാരുടെയും പ്രാദേശിക ജനപ്രതിനിധികളുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും താൽപ്പര്യങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനം. അല്ലാതെ സ്വന്തം പാർട്ടികളുടെ പേരിലോ യുവജന സംഘടനകളുടെ പേരിൽ കൊടിതോരണങ്ങൾ കെട്ടി പ്രത്യേക കളക്ഷൻ സെന്ററുകൾ ആരംഭിച്ച് പണം പിരിക്കാൻ ആരെയും അനുവദിച്ചില്ല. മറിച്ച് സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ഫണ്ടുകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് അർഹമായ ക്ഷേമവും സുരക്ഷിതമായ ദുരിതാശ്വാസവുമാണ് ഇവർ ഉറപ്പാക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യക്ഷമതയും ജനകീയ പ്രവർത്തനങ്ങളുടെ മികവും കണ്ട് വിരളി പൂണ്ടിട്ടാണ് ചില അന്തം കമ്മികൾക്ക് ഇപ്പോഴും ചൊറിച്ചിൽ അടങ്ങാതെ അവിടെയും ഇവിടെയും കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ജനങ്ങൾക്കിടയിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനും രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തി പാവം ജനങ്ങളുടെ മനസ്സിൽ തെറ്റിദ്ധാരണകൾ പടർത്താനും ശ്രമിക്കുന്ന ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയ നാടകം കളിക്കുന്ന ആളാണ് ജനീഷ് കുമാർ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. കാരണം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ച ഈ വീഡിയോ. ദുരന്തമുഖത്ത് രാപ്പകലില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന നേതാക്കളെ അപകീർത്തിപ്പെടുത്താൻ പഴയ ദൃശ്യങ്ങൾ കുത്തിപ്പൊക്കുന്നവർക്ക് സ്വന്തം മുന്നണിയുടെ കഴിവുകേടുകളും അന്ന് കേരളം കണ്ട ഭരണപരാജയങ്ങളും തന്നെയാണ് ഒടുവിൽ തിരിച്ചടിയാകുന്നത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്ന ജനങ്ങൾ ഇത്തരം സങ്കുചിത രാഷ്ട്രീയ നാടകങ്ങളെ തിരിച്ചറിയുക തന്നെ ചെയ്യും. നവമാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം വ്യാജ പ്രചരണങ്ങളെയും രാഷ്ട്രീയ കുതന്ത്രങ്ങളെയും അവജ്ഞയോടെ തള്ളിക്കളഞ്ഞുകൊണ്ട് യഥാർത്ഥ ജനകീയ സേവനങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ.